പോലീസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുന്നു. തിരുവനന്തപുരം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 217 ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലായി 12,76,20,931 രൂപയാണ് നഷ്ടപ്പെട്ടത്. സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന രീതിയിലുള്ള തട്ടിപ്പുകൾ ഭൂരിഭാഗവും നടക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. ഇതിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നവരെ ടെലഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേർക്കുകയാണ് ആദ്യപടി. തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെയും മറ്റും കണക്കുകൾ പറഞ്ഞാണ് ഇത്തരം ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ പുതുതായി ചേരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ജോബ് സീക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ഫേക്ക് ജോബ് തട്ടിപ്പിൽ വിക്ടിംസ് ആവുന്നത്. അതേപോലെ എക്സ്ട്രാ ഇൻകമിന് വേണ്ടിയിട്ട് ചെറിയ എഫേർട്ട് എടുത്താലും കുറച്ച് കാശ് അധികം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വരുന്നവരാണ് ഇതിൽ പെടുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നതും നിക്ഷേപ തട്ടിപ്പും കൂടാതെ പാഴ്സൽ തട്ടിപ്പും സജീവമാണ്. പാഴ്സലിൽ വന്നിട്ടുള്ളത് മയക്കുമരുന്നാണെന്ന് പറഞ്ഞാണ് പിന്നീടുള്ള ഭീഷണി. പോലീസ് ഉദ്യോഗസ്ഥരോ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരോ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കോൾ നടത്തി പണം തട്ടിയെടുക്കുകയാണ് പതിവ്. യു ആർ അണ്ടർ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വേറൊരു ഫോൺ വന്നിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസ അയച്ചാലേ നിങ്ങൾക്ക് ഈ വെർച്വൽ അറസ്റ്റിൽ നിന്ന് ഒഴിവാവാൻ പറ്റുള്ളൂ എന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നത്. ലോൺ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പും വർദ്ധിക്കുന്നതായാണ് കണ്ടെത്തൽ. ആപ്പുകൾ വഴി വരുന്നത് കള്ളപ്പണമാകാനുള്ള സാധ്യതയും ഏറെയാണ്. പണം സ്വീകരിക്കുന്നയാളും പ്രതിയാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.